ഇന്ന് കുറച്ച് അച്ചപ്പം ഉണ്ടാക്കണം. അച്ചപ്പോ? എന്താ കാര്യം? മുത്തുണൻ പറഞ്ഞു കുറച്ച് അച്ചപ്പം കഴിക്കാൻ കൊതിയാവണമെന്ന്. പാവം അവസാനത്തെ ആഗ്രഹമില്ലേ, ഉണ്ടായി കൊടുക്കാന്ന് വിചാരിച്ചു. അയ്യോ, ഇതെന്തോന്ന് നിങ്ങളെല്ലാരും കൂടെ അങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കണോ? അവനിപ്പോ 10 ദിവസം കഴിഞ്ഞ് അങ്ങ് തട്ടി പോകുന്നു. അല്ല അന്ന് ഓ എടി കുഞ്ഞ ഇങ്ങോട്ട് നോക്ക്. ഒന്നാമത് ആ പാവത്താൻ ദിവസം എണ്ണി കഴിയുക. ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞും കാണിച്ചു ഒന്നും വെപ്രാളം കൂട്ടരുത്. ജീവിച്ചു പൊക്കോട്ടെ അവനുള്ള അവിടത്തോളം കാലം. ആ മുത്തോണന്റെ എല്ലാ പേടിയും മാറിയിട്ടുണ്ട്. ഇപ്പൊ കൂടെ പ്രതീക്ഷിക്കുന്ന ഫോൺ കോൾ വിളിച്ചതേ ഉള്ളൂ അല്ലേ? എന്ത് മുത്തുവണ്ണ? എന്താടാ നീ ധൈര്യമായിട്ടിരിക്കുക എന്റെ മുത്തു. സകല പ്രതിവിധി നമുക്കറിയാമല്ലോ എന്താന്നുള്ളത്. എത്ര ലക്ഷം രൂപയാണെങ്കിലും ശരി ഞാനത് നടത്താൻ പോലേ. പിന്നെ നീ എന്തിനിങ്ങനെ കിടന്നുണ്ടെങ്കിൽ വിഷമിച്ച് പേടിക്കാതെ. ഒരു കാര്യം ഉള്ളിടത്തോളം ദിവസം ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. എന്തോ ആവട്ടെ. പറഞ്ഞു കേട്ടില്ലേ? കൊച്ചമ്മ, ഓ എനിക്കൊരു ആഗ്രഹമുണ്ടേ. എന്തോന്ന്? ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. യമദേവാ നീ എവിടെ? അതൊന്ന് പാടാനുള്ള അവസരം തള്ളാം. പറയുന്നുണ്ടൊന്നും വിചാരിക്കരുത്. നീ കവിത ചൊല്ലി യമദേവാ നീ എവിടെ നിന്ന് ചോദിക്കാതെ ഈ ഞാൻ പറഞ്ഞെന്താന്നറിയാവോ, ഈ ഉള്ള 20 ദിവസം നീയായിട്ട് കുറയ്ക്കരുത് കേട്ടോ. ഉണ്ടായിരുന്നാ മതി. നിങ്ങളെ സൈബർ മാന്ത്രിക എത്തി. സൈക്കിളിൽ മാന്ത്രിക? സൈക്കിളിലെ മാന്ത്രിക അല്ല, സൈബർ മാന്ത്രിക. ഓ ഏതായാലും ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. കൊണ്ടുവാ. ഈശ്വരാ ഭഗവാനെ. വന്നാട്ടെ. വണക്കം. അയ്യോ സ്വാമി. അയ്യോ ഭഗവാനേ. എന്തായി സ്വാമി കാര്യങ്ങളൊക്കെ? ഞാൻ ഇവിടുന്ന് വന്ന് നേരെ പോയത് കൈലാസത്തിൽ. അവിടെ മാത്രം അത്യപൂർവമായ ഈ പൂജാ സാധനങ്ങളെല്ലാം കിടക്കും. അല്ല സ്വാമി, ഈ എന്തൊക്കെ ഈ അത്യപൂർവമായ മരുന്നുകള്? ഒരുപാടുണ്ട്. ഇതെന്തോന്ന് ടോയ്ലറ്റ് പേപ്പറാ? ഏയ് പൂജയുടെ ലിസ്റ്റടാ, നിന്നിച്ചുകൂടാ. വായിക്കട്ടെ. പുലിപ്പല്ല് 1, പോത്തിൻ തല 1, മൂങ്ങാത്തുവൽ 20, കുട്ടിത്തേവാങ്ങിന്റെ തോൾ 2, മരപ്പൊട്ടിയുടെ പുരികം 2. അങ്ങനെ 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 ഒരുപാട് സാധനങ്ങൾ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സന്തോഷം. ഞാൻ ഇപ്പോഴേ പൂജയുടെ കാര്യങ്ങൾക്ക് വൃത്തിശുദ്ധിയൊക്കെ വേണ്ടോ അത് ഞാൻ നോക്കാം. എന്നെ കാപ്പാത്തണം. മുകളിലേക്ക് പോകുന്ന ഈ ഇത്രയൊക്കെ വാങ്ങിക്കാനും ഒക്കെ ഉണ്ടല്ലോ. അഡ്വാൻസ് എന്തെങ്കിലും വേണോ? ഏയ് ഒന്നുമേ വേണ്ട. അങ്ങനെ മേടിക്കുന്ന ആളല്ലേ ഞാൻ. ഒന്നുമേ വേണ്ട. സന്തോഷം. പൂജ കഴിഞ്ഞിട്ട് തന്നാൽ മതി. സ്വാമി ശരണം. അപ്പൊ 28-ാം തീയതി പാക്കല. അങ്ങനെ അയ്യോ ഓട്ടെ, എല്ലാം കിട്ടിയല്ല. സമാധാനമായി. മുത്തൂരും സമാധാനമായി. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? ചുമ്മാ പൈസ ചെലവ്. ഒന്നാമത്തെ കാര്യം അഡ്വാൻസ് വല്ലതും വേണോന്ന് ഞാൻ ചോദിച്ചപ്പോ എന്തോ അയാൾ പറഞ്ഞേ, വേണ്ട പൂജയൊക്കെ കഴിയട്ടെ. വേറെ വല്ല സ്വാമികളായിരുന്നെങ്കിൽ എപ്പോഴും അഡ്വാൻസ് വാങ്ങിച്ചോണ്ട് പോയാലല്ല. അത് തന്നെയാണ് അവന്റെ കള്ളത്തന്. എടാ ഈ മുത്തു എന്നൊക്കെ പറഞ്ഞാലേ നിനക്കറിയാമല്ലോ, ഒരു മോനെ പോലെ നമ്മളോട് കാലം കുറെ ആയി കൂടിയിട്ട്. അവന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലേ പിന്നെ എന്തോ ചെയ്യുമെന്ന്. ആയിക്കോട്ടെ, ഞാനായിട്ടൊന്നിനും തടസ്സം നീക്കണം. ഞാൻ എന്തായാലും മുത്തോണ്ട് പോയി അച്ചപ്പം ഉണ്ടാക്കട്ടെ. ഞാനോട് സഹായിക്കാൻ. ഓ ഇല്ല, അവനെ വെറുതെ വിടരുത്. അച്ചപ്പമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് കൂടുതൽ വിഷമിപ്പിക്കാൻ നോക്ക്. തിരുവനന്തപുരം ഗ്രാമത്തിൽ അയ്യോ ലക്ഷ്മി, സുരഭി ഒന്ന് ഓടി വായിക്കോട്ടെ. ദൈവമേ, ഇതൊന്നും കണ്ടില്ലേ ഈ പത്രത്തിൽ വന്ന വാർത്തയൊക്കെ? അയ്യോ എന്തോന്ന് ഇതായാലല്ലേ? അയ്യോ അത് തന്നെ ഞാൻ പറഞ്ഞത്. എന്നാ വായിക്കേ ഇങ്ങോട്ട്. അയ്യോ മുത്തോണ്ണ, മറ്റേ സ്വാമി പരമാനന്ദ സ്വാമി. അതാണ് ഞാൻ പറഞ്ഞത്. ഏതാനന്ദോ നീ വായിക്കേ. തിരുട്ട് ഗ്രാമത്തിൽ എത്തിയ 4-അംഗ കവർച്ചാ സംഘം പോലീസ് പിടിയിൽ. ജ്യോതിഷത്തിന്റെയും പൂജയുടെയും മറവിൽ ആളുകളുടെ വിശ്വാസം നേടി പൂജയുടെ പേരിൽ വീടുകളിൽ പട്ടാപ്പകൽ കയറി കൊള്ളയടിക്കാനാണ് ഇവരുടെ രീതി. സംഘത്തലവൻ പളനിവേൽ എന്ന പവിത്രനന്ദനാണ് അറസ്റ്റിലായത്. അങ്ങനെ തന്നെ പവിത്രാനന്ദൻ യൂട്യൂബ് ചാനൽ വഴിയാണ്
പവിത്രാനന്ദൻ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. ആ അങ്ങനെയാണല്ലോ നിങ്ങളെല്ലാം കൂടെ ബന്ധം സ്ഥാപിച്ചത്. എന്നിട്ട് ബാക്കി വായിര്. ബാക്കി വയ്ക്കട്ടെ അമ്മേ. എന്തോന്ന്? ചന്ദ്രഹാസത്തിലെ സുഹാസിനിയാണ് പോലീസിനെ സഹായിച്ചത് അമ്മേ, എന്ന് പോലീസ് മേധാവി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഞാനോ? എപ്പോഴും വിളിച്ചു പറഞ്ഞു കൊച്ചമ്മ. ഞാനോ? അതെ. ആ ഇൻഫർമേഷൻ കൊടുത്തത് ഞാനാ. എന്നിട്ട് അമ്മയുടെ പ്ലാൻ ആണെന്ന് പറയുകയും ചെയ്യും. ആ നന്നായി. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്റെ അടുത്ത് ഞാൻ പറയണത് അതെ, ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഈ പത്രക്കാരും ചാനലുകാരും ഒക്കെ വരും അന്വേഷിച്ച്, മനസ്സിലല്ലേ? അപ്പൊ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ആരും ഒരു അക്ഷരം വേണ്ടണ്ട, ഞാൻ ഏറ്റു. കൊച്ചമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ എന്താ അവൻ ജയിലിലായല്ലോ, 20 ദിവസവും കൂടെ ഞാൻ നോക്കും. എനിക്കൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ജയിലിൽ കയറി ചെന്നിട്ട് അവന്റെ ചെവക്കല് നോക്കി ഞാൻ ഒരെണ്ണം കൊടുത്തു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.